നമസ്കാരം, യൂക്യൂബ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ക്യാൻസർ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ നഗരസഭ സംഘടിപ്പിച്ച ഞാറുനടീൽ ഉത്സവം വേറിട്ട കാഴ്ചയായി. പെരിന്തൽമണ്ണ ഉപജില്ലാ ശാസ്ത്രമേള സമാപിച്ചു. ഞാൻ ദയാനന്ദൻ. വാർത്തകൾ വിശദമായി. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ ടൗൺ ഹാളിൽ വെച്ച് ക്യാൻസർ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. പെരിന്തൽമണ്ണ ടൗൺ ഹാളിൽ നടന്ന ക്യാൻസർ പരിശോധന ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ നിഷി അനിൽരാജ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ നിരവധി ഡോക്ടർമാർ പങ്കെടുത്തു. പ്രസ്തുത ക്യാമ്പിൽ വെച്ച് ധാരാളം രോഗികൾക്ക് ചികിത്സയും ടെസ്റ്റുകളും സൗജന്യമായി നൽകി. തുടർ ചികിത്സ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്നതാണ്. ക്യാൻസറിന് കാരണമായേക്കാവുന്ന സൂചനകൾ കണ്ടാൽ ഉടൻ തന്നെ വിദഗ്ധ ഡോക്ടറുടെ ചികിത്സ തേടണമെന്ന് ക്യാമ്പിൽ പങ്കെടുത്ത ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടു. ഏതെങ്കിലും വ്യക്തിക്ക് ക്യാൻസറിൻ്റെ തുടക്ക ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ട്, അതിൻ്റെ ടെസ്റ്റുകളിൽ കാണുകയാണെങ്കിൽ അത് കണ്ടെത്തുന്നത് വളരെ നേരത്തെ ആയിരിക്കും എന്നതുകൊണ്ട് തന്നെ അത് ചികിത്സ വളരെയേറെ ഫലപ്രദമായിരിക്കും. അതോടൊപ്പം തന്നെ ഇത് ക്യാൻസർ വളരെ എളുപ്പത്തിൽ കണ്ടെത്താവുന്ന പല ലക്ഷണങ്ങളുണ്ടെന്നും അവ നേരത്തെ കണ്ടുപിടിച്ചാൽ പരിപൂർണ സുഖം കിട്ടുന്ന തരത്തിൽ അതിന് ചികിത്സയുണ്ടെന്നും ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ബോധവൽക്കരണ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലീം ഗുരുവമ്പലം ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഫാത്തിമ ഷഹന സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ നഗരസഭ ആരോഗ്യ ചെയർപേഴ്സൺ സരോജിനി, ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ ഹംസ പായക്കൽ, ഡോക്ടർ നജിമുദ്ദീൻ, ഡോക്ടർ സിനി, ഡോക്ടർ ചന്ദ്രബാബു എന്നിവരും ക്യാമ്പിൽ പങ്കെടുത്തു. കേരളത്തിന്റെ കാർഷിക സംസ്കാരം വീണ്ടെടുക്കാൻ പെരിന്തൽമണ്ണ നഗരസഭ നടത്തിയ ഞാറുനടീൽ ഉത്സവം വ്യത്യസ്ത അനുഭവമായി. യുവജനങ്ങളെ കാർഷിക വൃത്തിയിലേക്ക് ആകർഷിക്കുകയാണ് പ്രധാന ലക്ഷ്യം. അന്യം നിന്നുപോയ കേരളത്തിന്റെ കാർഷിക സംസ്കാരം വീണ്ടെടുക്കുന്നതിനാണ് പെരിന്തൽമണ്ണ നഗരസഭ ഞാറുനടീൽ ഉത്സവം സംഘടിപ്പിച്ചത്. എല്ലാവർക്കും കാർഷിക മേഖലയോടെ ആഭിമുഖ്യം വളർത്തുകയാണ് പ്രധാന ലക്ഷ്യം. പരമ്പരാഗത കാർഷിക രീതിയിലാണ് കൃഷി നടത്തുന്നത്. പൊന്നേകുറിശി ബൈപ്പാസിന് സമീപത്തെ 3 ഏക്കറോളം സ്ഥലത്താണ് കൃഷി നടത്തുന്നത്. കേരളത്തിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കാരം യുവജനങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നതിന് വേണ്ടിയുള്ള ഒരു സന്ദേശമായിട്ട് പെരിന്തൽമണ്ണ നഗരസഭയിലെ 34 കൗൺസിലർമാരും കൂടി ഇന്ന് ഞാറ് നട്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നടത്തിയിരിക്കുകയാണ്. പെരിന്തൽമണ്ണ നഗരസഭയിലുള്ള എല്ലാ യുവ ജനങ്ങൾക്കും ഒരു പ്രോത്സാഹനമായി മാറാൻ ഈ ഒരു സംരംഭം സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് കൗൺസിൽ. പുതിയ വിത്തിനമായ ഉമയാണ് കൃഷി ചെയ്യുന്നതിനായി തിരഞ്ഞെടുത്തത്. 4 മാസമാണ് ഈ വിത്തിനത്തിന്റെ വിളവെടുപ്പ് കാലം. ഞാറുനടീൽ ഉത്സവത്തോടനുബന്ധിച്ച് 30 ജോഡി കന്നുകൾ പങ്കെടുത്ത ഊർച്ചത്തുളിയും നടന്നു. കർഷകരെ കാർഷിക ജോലിയിലേക്ക് ആകർഷിക്കുന്നതിനുള്ള ഒരു പ്രക്രിയ കൂടിയാണ് ഊർച്ചത്തുളി. ഞാറുനടീൽ ഉത്സവം നഗരസഭാ ചെയർപേഴ്സൺ നിഷി അനിൽരാജ് ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ മുഹമ്മദ് സലീം അധ്യക്ഷം വഹിച്ചു. ചടങ്ങിൽ ചേരിയിൽ മമ്മി, താമരത്ത് ഉസ്മാൻ, മാരിയത്ത് ഖിപ്തിയ, ഡോക്ടർ അബൂബക്കർ തയ്യിൽ എന്നിവർ പങ്കെടുത്തു. ശ്രീധരൻ മാസ്റ്റർ നന്ദിയും പ്രകാശിപ്പിച്ചു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പെരിന്തൽമണ്ണ ഉപജില്ലാ ശാസ്ത്ര പ്രവൃത്തി പരിചയമേള സമാപിച്ചു. ശാസ്ത്രമേളയിൽ ഹയർ സെക്കൻഡറി വിഭാഗം PTM HSS താഴേക്കോട് 1ഉം GHSS പെരിന്തൽമണ്ണ 2ഉം സ്ഥാനം നേടി. UP വിഭാഗം AMLPS എരയിമംഗലം, PTM HSS താഴേക്കോട് എന്നിവർ 1ഉം 2ഉം സ്ഥാനക്കാരായി. LP വിഭാഗം GLPS പള്ളിക്കുന്ന്, AMLPS തിരുനാരായണപുരം 1ഉം 2ഉം സ്ഥാനക്കാരായി. പ്രവൃത്തി പരിചയമേളയിൽ HSS വിഭാഗം PTM HSS താഴേക്കോടും PM HSS പെരിന്തൽമണ്ണയും 1ഉം 2ഉം സ്ഥാനക്കാരായി. HSS വിഭാഗത്തിൽ PTM HSS താഴേക്കോടും THSS പെരിന്തൽമണ്ണയും 1ഉം 2ഉം സ്ഥാനക്കാരായി. UP വിഭാഗത്തിൽ AMUPS പൂവത്താണി 1ഉം KNM AMUPS വാഴയങ്കട നോർത്ത് 2ഉം സ്ഥാനക്കാരായി. IT മേളയിൽ GHSS പുലാമന്തോൾ 1ഉം THSS പെരിന്തൽമണ്ണ 2ഉം സ്ഥാനക്കാരായി. HSS വിഭാഗത്തിൽ PTM HSS താഴേക്കോടും GHSS കുന്നക്കാവ് 1ഉം 2ഉം സ്ഥാനക്കാരായി. വിജയികൾക്കുള്ള സമ്മാനദാനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദ് നിർവഹിച്ചു. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AK നാസർ അധ്യക്ഷത വഹിച്ചു. K അംബുജാഷി, നിഷാത്ത് ബാനു, സൗദ കപൂർ, BP അബ്ദുൾ റഷീദ്, N മുഹമ്മദ് സക്കീർ, അല്ലി വർഗീസ്, ഡോക്ടർ N അബ്ദുൽ ബാരി, TR ഹരികുമാർ എന്നിവർ പ്രസംഗിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
skills, get the job. Arena Animation. Learn from the leader. യൂട്യൂബ് ചാനൽ അവതരിപ്പിക്കുന്ന മാപ്പിളപ്പാട്ട് മത്സരത്തിലേക്ക് മത്സരാർത്ഥികളെ ക്ഷണിക്കുന്നു. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. നിങ്ങൾ പാടിയ ഒരു മാപ്പിളപ്പാട്ടിന്റെ വീഡിയോ ഫയൽ ഞങ്ങൾക്ക് അയച്ചു തരിക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9809605098. യൂട്യൂബ് ചാനലിൽ ഉടൻ ആരംഭിക്കുന്നു സംസ്കൃത പവകൻ, ഒരു മാപ്പിളപ്പാട്ട് മത്സരം. നിറവർണ്ണ തീരമോ മായതൻ ലോകമോ പുതുമ നിറയുന്നൊരീറികൾ കുടുംബത്തിന്റെ സന്തോഷം ജീവിതത്തിലുടനീളം. റീഗൽ ഡേ ടു ഡേ ഷറഫിയ ജിദ്ദ. സർഫ കോഡ്സ്. സർഫ കോഡ്സ്. സർഫ കോഡ്സ്. സുന്ദരവും ഓമനത്വമുള്ള വീടിന് സർഫ കോഡ്സ് പെയിന്റ്സ് തന്നെ എപ്പോഴും ഉപയോഗിക്കൂ. പെയിന്റ് പോയിന്റ്, പാലക്കാട് റോഡ്, പെരിന്തൽമണ്ണ. കളറിംഗ് യുവർ ഡ്രീംസ്. പ്രവാസികളുടെ എണ്ണം പരിഗണിച്ച് പാസ്പോർട്ട് ഓഫീസ് മലപ്പുറത്ത് തന്നെ തുടരുമെന്ന് അഹമ്മദ് MP. ഈ തീരുമാനം പാലക്കാട്, മലപ്പുറം ജില്ലകൾക്ക് ആശ്വാസമായി. പ്രവാസികൾ ധാരാളമുള്ള മലപ്പുറത്ത് തന്നെ പാസ്പോർട്ട് ഓഫീസ് നിലനിർത്തുമെന്നും എണ്ണം കണക്കിലെടുത്ത് തിരൂരിൽ പാസ്പോർട്ട് സേവാകേന്ദ്രം ആരംഭിക്കുമെന്നും MP ഉറപ്പു നൽകി. പാസ്പോർട്ട് ഓഫീസ് മലപ്പുറത്ത് നിന്ന് മാറ്റുമെന്ന വാർത്തയെ തുടർന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജുമായി അഹമ്മദ് MP നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ള മലപ്പുറത്തെ പാസ്പോർട്ട് ഓഫീസ് മാറ്റുന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് നിലനിന്നിരുന്നത്. പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ അപേക്ഷകരാണ് മലപ്പുറം പാസ്പോർട്ട് ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നത്. പാസ്പോർട്ട് ഓഫീസ് മാറ്റമില്ലാതെ നിലനിൽക്കുകയാണെങ്കിൽ പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ പാസ്പോർട്ട് അപേക്ഷകർക്ക് ഇത് വലിയ ആശ്വാസമാകും. വിൽപ്പന നികുതി വർധനയെ തുടർന്ന് കേരളത്തിൽ പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചു. കേരളത്തിൽ വിൽപ്പന നികുതി വർധനവിനെ തുടർന്ന് പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചു. പെട്രോളിന് 27 പൈസയും ഡീസലിന് 60 പൈസയുമാണ് വർദ്ധിച്ചത്. നിരക്ക് വർധന ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. കൂടിയ വർധന അനുസരിച്ച് മലപ്പുറം ജില്ലയിൽ പെട്രോളിന് 69.97 ഡീസലിന് 59 രൂപയും ആയി വില വർദ്ധിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ക്യാൻസർ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ നഗരസഭ സംഘടിപ്പിച്ച ഞാറുനടീൽ ഉത്സവം വേറിട്ട കാഴ്ചയായി. പെരിന്തൽമണ്ണ ഉപജില്ലാ ശാസ്ത്രമേള സമാപിച്ചു. ഈ വാർത്താ ബുള്ളറ്റിനോട് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.